പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, കർത്താവിൻ്റെ അത്ഭുത ഡെലിവറൻസ് ശുശ്രൂഷ ലഭിക്കാൻ നിങ്ങളെല്ലാവരെയും ഈ പ്രാർത്ഥനയിലേക്ക് ക്ഷണിക്കുക. ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്ന എല്ലാ മക്കളും ഇന്ന് അനുഗ്രഹിക്കപ്പെടുക. അവരുടെ കുടുംബത്തിൽ നിന്ന്, അവരുടെ പറമ്പിൽ നിന്ന് ഒരു സാത്താൻ ഇപ്പോൾ വിട്ടുപോയിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത് പറയുമ്പോൾ തന്നെ ഒരു തിന്മ ആ ഭവനത്തിൽ നിന്ന് വിട്ടുമാറുക എന്ന് പറഞ്ഞ് ഇങ്ങനെ അച്ഛൻ ഉപയോഗിക്കുന്ന ടൂൺ അനുസരിച്ച് പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാന്തമായിട്ട് അച്ഛൻ ഉപയോഗിക്കുന്ന അതേ ടൂണിൽ പറഞ്ഞ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു കുടുംബത്തിലേക്ക് ഇങ്ങനെ അവരുടെ സമ്പത്തിനെ കടന്നു പിടിക്കുന്ന, കടബാധ്യതകൾ ഉണ്ടാക്കുന്ന, അവരെ ബുദ്ധിമുട്ടിക്കുന്ന സാത്താനെ ബന്ധിക്കാൻ വേണ്ടിയാണിത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ അവരുടെ നിങ്ങളുടെ തൊഴിൽ മേഖലയിലേക്ക് ഇങ്ങനെ നുഴഞ്ഞു കയറുന്ന അസൂയകളെയും ആഭിചാരങ്ങളെയും ശാപങ്ങളെയും വീട്ടിലിരിക്കുന്ന കൂടോത്രങ്ങളെ നിർവീര്യമാക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഒരു മെസ്സേജ് തരുന്നുണ്ട്. നിങ്ങളുടെ ഭവനത്തില്, പ്രത്യേകിച്ച് നിങ്ങളുടെ കടകളില്, സാമ്പത്തിക മേഖലകളില്, തൊഴിൽ മേഖലകളിൽ, കാർഷിക മേഖലകളില് ദേവപൂജയുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും വസ്തുവകകൾ ഉണ്ടെങ്കിൽ അവ എടുത്ത് കളയാനായിട്ട് പ്രേരിപ്പിക്കുക. കർത്താവ് അതിശക്തമായ മെസ്സേജ് തരിക. എന്നിട്ട് നല്ലൊരു കുമ്പസാരം നടത്തി കുറച്ച് ആനാവെള്ളം കുടിച്ച് ആ പറമ്പിലും വീട്ടിലൊക്കെ വെഞ്ചരിച്ച് ഉപ്പ് വിതറാനായിട്ട് കർത്താവ് മെസ്സേജ് തരുന്നുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എത്ര പരിശ്രമിച്ചിട്ട് വിസയുടെ കാര്യം മുടക്കം വരികയും ജോലിക്കാര്യം മുടക്കം വരുന്ന 5 പേരെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. 5 ചിലപ്പോൾ അതിലധികവും ഉണ്ട് എന്ന് കർത്താവ് പറയുന്നുണ്ട്. എന്നാൽ ഇന്ന് വളരെ സ്പഷ്ടമായിട്ട് 5 പേർക്ക് കർത്താവ് വിടുതൽ കൊടുക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഈ പ്രാർത്ഥന 3 നേരം കേൾക്കണം. എന്നിട്ട് ആനാമ്പെള്ളം ഉപയോഗിച്ച് നിങ്ങളുടെ നെറ്റിയിൽ കുരിശു വരയ്ക്കണം. ഇരുവശങ്ങളിൽ കുരിശു വരയ്ക്കുമ്പോൾ നിങ്ങളുടെ മേലുള്ള ശാപങ്ങളും നിങ്ങളെ തടസ്സപ്പെടുത്തുന്ന ബന്ധനങ്ങളും നിങ്ങളുടെ ആ പേപ്പറിന്റെ മേലുള്ള കെട്ടുകൾ കർത്താവ് എടുത്ത് മാറ്റുന്നു എന്നൊരു മെസ്സേജ് അച്ഛന് തരുന്നുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. വിദേശത്തുള്ള ഒരു മകൻ അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്. അവന് ജോലി ഇല്ലാതെ വിഷമിക്കുകയാണ്. ഇതാ കർത്താവ് നിന്റെ സ്വരം കേൾക്കുന്നു എന്ന അതിശക്തമായ ഈ വചന ഈ പ്രാർത്ഥന നീ മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് കർത്താവ് അതിശക്തമായ മെസ്സേജ് തരുന്നുണ്ട്. 15 ദിവസത്തിനുള്ളിൽ കർത്താവ് നിന്റെ കാര്യങ്ങളിൽ ഇടപെടും എന്നൊരു അതിശക്തമായ മെസ്സേജ് കർത്താവ് തരുന്നുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ ഈശോ, ഈശോ ഈശോ, ഈശോ ഈശോ എന്ന് വിളിക്കുമ്പോ തന്നെ പ്രത്യേകിച്ച് സമ്പത്തിന്റെ മേൽ വന്നിരിക്കുന്ന ആഭിചാരത്തെയും ക്ഷുദ്രക്രിയകളെയും കർത്താവ് നിർവീര്യമാക്കി കളയുന്നുണ്ട്. നിർവീര്യമാക്കി കളയുക. വിശ്വസിക്കുന്നവരുടെ കൂടെ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവരുടെ സാമ്പത്തിക മേഖലയിൽ മാറ്റങ്ങൾ വരും. കടങ്ങൾ അവർക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു ചേച്ചി വന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രാർത്ഥന കേട്ടപ്പോൾ അവരുടെ കടബാധ്യതകൾ ഓരോന്നോരോന്നെടുത്ത് കർത്താവ് മാറ്റിക്കളഞ്ഞതായിട്ട്. ഇന്നും അതേപോലൊരു അഭിഷേകമാണ് അച്ഛന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനങ്ങളൊന്നേറ്റ് വചനം പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. സഭാപ്രസംഗകൻ 6:2 ഒരുവൻ ആഗ്രഹിക്കുന്നതിൽ ഒന്നിനും കുറവ് വരാത്ത വിധം ദൈവം അവന് സമ്പത്തും ഐശ്വര്യവും കീർത്തിയും നൽകുന്നു. നിയമാവർത്തനം 28:12 കർത്താവ് തന്റെ വിശിഷ്ട ഭണ്ഡാകാരമായ ആകാശം തുറന്ന്
ആകാശം തുറന്ന് നിന്റെ ദേശത്ത് തക്ക സമയത്ത് മഴ പെയ്ച്ച് മഴ പെയ്യിച്ച് നിന്റെ എല്ലാ പ്രയത്നങ്ങളെയും അനുഗ്രഹിക്കും. അനേക ജനതകൾക്ക് നീ കടം കൊടുക്കും. നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല. ഈ വചനം കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവ് നൽകിയ വചനമാണ്. അതിശക്തമായി ഈ വചനം പറയുമ്പോൾ തന്നെ അനേക കുടുംബങ്ങൾക്ക് പ്രത്യേകിച്ച് ദാരിദ്ര്യം വിട്ടുമാറുന്നു, ജോലി തടസ്സം വിട്ടുമാറുന്നു, സാമ്പത്തിക കുരുക്കുകൾ വിട്ടുമാറുന്നു. ഈ വചനം പറഞ്ഞ റോമ 11:33 ആ ദൈവത്തിന്റെ സമ്പത്തിന്റെയും ജ്ഞാനത്തിന്റെയും അറിവിന്റെയും ആഴം അവിടുത്തെ വിധികൾ എത്ര ദുർജ്ഞേയം അവിടുത്തെ മാർഗങ്ങൾ എത്രയോ ദുർഗ്രഹം. 2 കൊരിന്ത്യർ 9:11 നിങ്ങൾ ഉദാരശീലരാകേണ്ടതിന് ദൈവം നിങ്ങളെ എല്ലാ വിധത്തിലും സമ്പന്നരാക്കും. അത് ഞങ്ങളിലൂടെ ദൈവത്തിന് കൃതജ്ഞതാ സ്തോത്രമായി പരിണമിപ്പിക്കുകയും ചെയ്യും. വെളിപാട് 2:9 നിന്റെ ഞെരുക്കവും ദാരിദ്ര്യവും എനിക്കറിയാം. എങ്കിലും നീ സമ്പന്നനാണ്. നിയമാവർത്തനം 8:18 നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ സ്മരിക്കണം. എന്തെന്നാൽ നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി ഇന്നും നിറവേറ്റുന്നതിന് വേണ്ടി സമ്പത്ത് നേടാം. അവിടുന്നാണ് നിങ്ങൾക്ക് ശക്തി തരുന്നത്. ഹല്ലേലൂയ. 2 ദിനവൃത്താന്തം 32:29 ദൈവം അവനെ വളരെയധികം സമ്പത്ത് നൽകിയിരിക്കുന്നു. ദൈവം അവന് വളരെയധികം സമ്പത്ത് നൽകിയിരിക്കുന്നു. സുഭാഷിതങ്ങൾ 10:22 കർത്താവിന്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു. മക്കളെ, സമ്പത്തിന്റെ മേലുള്ള എല്ലാ കുരുക്കുകള്, ജോലിയുടെ മേലുള്ള ബന്ധനങ്ങള്, അസൂയകള്, കൂടോത്രങ്ങള്, പ്രകൃതി വിരുദ്ധ ശക്തികള്, നിരന്തരമുള്ള മുടക്കങ്ങള്, തടസ്സങ്ങള്, അസൂയകള്, ശത്രുക്കള്, പേപ്പറുമായി ബന്ധപ്പെട്ട ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വരുന്ന തടസ്സങ്ങള്, ഇവയെല്ലാം കർത്താവ് എടുത്തു മാറ്റാൻ ഈശോനെ നോക്കിക്കൊണ്ട് വലതുകര ഉയർത്തി വിദേശത്തുള്ള മക്കള്, ജോലി തടസ്സങ്ങള്, സാമ്പത്തിക ബന്ധനങ്ങള്, വീട് വാങ്ങിച്ചിട്ട് കടം തിരികെ തീർക്കാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ കൊരുങ്ങി കിടക്കുന്ന മക്കളെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് ലോണിന്റെ തടസ്സങ്ങളൊക്കെ മാറാൻ വേണ്ടി പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. കർത്താവേ, അത്ഭുതകരമായി വിടുതൽ നടക്കട്ടെ. ഈ സമയത്ത് ആ കെട്ടുകളെല്ലാം പൊട്ടിപ്പോകട്ടെ. ഈ മക്കൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്ന് സമ്പത്തിന്റെ മേലുള്ള ആദിവ്യാധികളും ദുരാത്മാക്കളും ദുഷ്ടാരൂപികളും പാപബന്ധനങ്ങള്, ശാപബന്ധനങ്ങള് കർത്താവ് എടുത്തു മാറ്റുന്നുണ്ട്. ഹല്ലേലൂയ. ഇങ്ങനെ നിരന്തരമായ കടബാധ്യതകൾ മാറാത്തവര് ഏതെങ്കിലും വിധത്തിൽ കൂടോത്രങ്ങളിലോ ക്ഷുദ്രപ്രയോഗങ്ങളിലോ അന്യദേവ പൂജയിലോ കർത്താവിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതെ മറ്റു വ്യക്തികൾക്ക് വസ്തുക്കൾക്ക് കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ അവര് അതിലൊക്കെ മനസ്തപിച്ച് അനുതപിച്ച് കരഞ്ഞ് നിലവിളിച്ച് നല്ല കുമ്പസാരം നടത്തി ഒരു 20 ദിവസം മുടങ്ങാതെ വിശുദ്ധ കുർബാന പങ്കെടുത്ത് പ്രാർത്ഥിച്ച്, അതുപോലെ തന്നെ ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥന രാവിലെ വൈകുന്നേരവും ഉച്ചക്കും 3 തവണ കേൾക്കാനുള്ള മെസ്സേജും ഒരു 10 പേർക്ക് ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന അയച്ചു കൊടുക്കാനുള്ള ഒരു മെസ്സേജും കർത്താവ് തരികയാണ്. അപ്പോൾ നിന്റെ ദുരിതങ്ങള് കർത്താവ് എടുത്തു മാറ്റുകയും കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യും. പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവിന്റെ അനുഗ്രഹ സമ്പത്ത് നൽകുന്നു. പറഞ്ഞേ, കർത്താവിന്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈശോയേ, 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 ഈശോയേ. ഇന്ന് കർത്താവ് തരുന്ന മെസ്സേജ് സങ്കീർത്തനം തന്നെയാണ്. 25-ാം അധ്യായം 6 മുതൽ
7, 8 വചനങ്ങൾ. ഇന്ന് 3 വചനങ്ങളാണ് മക്കളെ തരുന്നത്. അപ്പൊ ഇതിങ്ങനെ പറ്റുമ്പോൾ, ഇതിങ്ങനെ വായിക്കുമ്പോൾ തന്നെ പല ആവർത്തി, അതായത് സാധ്യമാകണം. നിങ്ങൾ അത്രമാത്രം കഷ്ടപ്പെടുകയാണെങ്കിൽ, അത്രമാത്രം വേദനയിലാണ് സാമ്പത്തിക മേഖലയെങ്കിൽ, മക്കളെ ഈ വചനം കേട്ട്, വചനം പലതവണ വായിച്ചിട്ട് അച്ഛൻ്റെ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന പല ആവർത്തി കേൾക്കാനായിട്ട് കർത്താവ് മെസ്സേജ് തരികയാണ്. അപ്പോൾ അനവധി പേരുടെ കുരുക്കുകൾ പൊട്ടിത്തകർന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ബന്ധനങ്ങൾ അഴിഞ്ഞു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ചങ്ങലകൾ ഇങ്ങനെ പെട്ടാന്ന് പറഞ്ഞ് പൊട്ടിപ്പോകുന്നത് അച്ഛനെ കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഇത് നടക്കുന്ന, ഇത് പ്രാർത്ഥിക്കുന്നവരുടെ വീടുകളിൽ, സ്വത്ത്, അവരുടെ തൊഴിൽ മേഖലയിൽ ഇങ്ങനെ ബന്ധിച്ചിട്ടിരിക്കുന്ന അന്ധകാരത്തിൻ്റെ, നിഴലിൻ്റെ, ഇരുട്ടിൻ്റെ ശക്തികൾ ഇങ്ങനെ ചങ്ങലയായിട്ട് അച്ഛൻ കാണുന്നുണ്ട്. അതെല്ലാം ഇങ്ങനെ ഈ വചനം കേട്ട്, ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ ടപ്പാന്നും പറഞ്ഞ് ആ ചങ്ങലകളെല്ലാം പൊട്ടി തകർന്നു പോകുന്നത് പോലെയാണ് കാണിച്ചു തരുന്നുണ്ട് കർത്താവ്. അപ്പോൾ വിശ്വാസത്തോടെ വേണം പ്രാർത്ഥിക്കാനായിട്ട്. ഇന്ന് കുറച്ച് ആനാമ്പെള്ളവും കല്ലുപ്പും പ്രാർത്ഥിച്ചു നിങ്ങളുടെ സാമ്പത്തിക മേഖല, നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ, നിങ്ങളുടെ കടകളിൽ, നിങ്ങളുടെ തൊഴിൽ മേഖലകളിൽ, നിങ്ങളുടെ ഓഫീസുകളിൽ, മറ്റുള്ളവരെ അറിയാതെ തന്നെ ഓഫീസിലൊക്കെ കൊണ്ടുപോയിട്ട് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിന് ചുറ്റും ഇച്ചിരി കല്ലുപ്പൊക്കെ ഇട്ടോ. അപ്പോൾ നിങ്ങളുടെ മേൽ ശത്രു ദോഷം വിട്ടുമാറും. നിങ്ങളുടെ തൊഴിലിൻ്റെ മേലുള്ള ശത്രു ദോഷങ്ങൾ, നിങ്ങളെ വിമർശിക്കുന്നവർ, നിങ്ങളെ കുറ്റം പറയുന്നവർ, അതെല്ലാം മാറും. പിന്നെ ജോലിക്കൊക്കെ പോകുമ്പോൾ പറ്റുന്നവർ കുർബാന കൂടാനായിട്ട് സാധിക്കുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വൈകുന്നേരം അനുദിന കുർബാന മുടങ്ങാതെ കാണാൻ ഒരു മെസ്സേജ്, പ്രത്യേകിച്ച് അധിക സാമ്പത്തിക ക്ലേശങ്ങളിൽ പെട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഉഴലുന്നവർക്ക് കർത്താവ് കൊടുക്കുന്ന മെസ്സേജ് നല്ലതായിട്ട് കുമ്പസാരിച്ച് യോഗ്യതയോടെ, കൃപകളോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് ഒരു മെസ്സേജാണ്. പ്രത്യേകിച്ച് 30 ദിവസം അങ്ങനെ ഭയങ്കര പീഡയുള്ളവർക്ക് ഒരു 30 ദിവസം ഈ പ്രാർത്ഥന കേൾക്കണം. വചനം ഇതാണ് കർത്താവ് പറയുന്നത്, 25 സങ്കീർത്തനങ്ങൾ 25, 6, 7, 8. കർത്താവേ, പണ്ട് മുതലേ അങ്ങ് ഞങ്ങളോട് കാണിച്ച അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ. എൻ്റെ യൗവനത്തിലെ പാപങ്ങളും അതിക്രമങ്ങളും അവിടുന്ന് ഓർക്കരുതേ. അതാണ് നല്ല കുമ്പസാരം നമ്മൾ ചെയ്തിട്ടുള്ള, അറിഞ്ഞോ ഇതേവരെ കുമ്പസാരിക്കാത്ത അനവധി പാപങ്ങളുണ്ട്. കാരണം നമ്മൾ ചിലപ്പോൾ വിചാരിക്കും അതൊക്കെ ചെറിയ പാപങ്ങളല്ലേ. അപ്പം അതെല്ലാം ഇന്ന് തുറന്ന് കുമ്പസാരിക്കണം. ഏതെങ്കിലും വസ്തുക്കൾ നമ്മുടെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അവയെല്ലാം വിട്ടുമാറട്ടെ. പ്രത്യേകിച്ച് അന്യദേവ പൂജകളിലൂടെ, പ്രാർത്ഥനകളിലൂടെ കടന്നു വന്നിട്ടുള്ള ഏതെങ്കിലും ഭക്ഷ്യവസ്തുക്കളൊക്കെ നമ്മുടെ ഉള്ളിലേക്കൊക്കെ കയറാൻ നമ്മൾ അറിഞ്ഞോ അറിയാതെ കയറി പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം, ആ ദോഷങ്ങൾ, കൈവശ ദോഷങ്ങളെല്ലാം ഇന്ന് കർത്താവ് എടുത്തു മാറ്റട്ടെ. നമ്മുടെ ഉള്ളിലുള്ള വൈരാഗ്യവും വെറുപ്പും പകയും സ്നേഹരാഹിത്യവും വിഷാദവും നിരാശയും അകാരണ ഭയങ്ങളും കർത്താവ് എടുത്തു മാറ്റുന്നുണ്ട്. നല്ലൊരു കുമ്പസാരം ഈ ആഴ്ചയിൽ ചെയ്യുക. എന്നിട്ട് ഭയങ്കര ക്ലേശം അനുഭവിക്കുന്നവർ ഒരു 30 കുർബാന പങ്കെടുത്ത് വിശുദ്ധ കുർബാന ഏറ്റവും യോഗ്യതയോടുകൂടി സ്വീകരിക്കുക. എൻ്റെ യൗവനത്തിലെ പാപങ്ങളും അതിക്രമങ്ങളും അങ്ങ് ഓർക്കരുത്. കർത്താവ് അങ്ങയുടെ അചഞ്ചല സ്നേഹത്തിന് അനുസൃതമായി കരുണാപൂർവം എന്നെ അനുസ്മരിക്കണമേ. കർത്താവ് നല്ലവനും നീതിമാനുമാണ്, പാപികൾക്ക് അവിടുന്ന് വഴി കാട്ടുന്നു. ഈ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് കരമുയർത്തി പരിശുദ്ധാത്മാവിനെ വിളിച്ച് സ്തുതിച്ച് ഹല്ലേലൂയ 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 സ്തുതിച്ച് ഈ സമയത്ത് കെട്ടുകളൊക്കെ അങ്ങോട്ട് പൊട്ടിപ്പോകുന്നുണ്ട്, ബന്ധനങ്ങളൊക്കെ മാറിപ്പോകുന്നുണ്ട്, തടസ്സങ്ങള്, ആകുലതകള്, പണത്തിന്റെ മേലുള്ള, സമ്പത്തിന്റെ മേൽ കയറിയിരിക്കുന്ന കുട്ടിപ്പിശാചുകളെ എല്ലാം കർത്താവ് ബന്ധിച്ച്, ബഹിഷ്കരിച്ച്, ശാസിച്ച് നിങ്ങളുടെ വീടിന്റെ മുകളിൽ നിന്ന്, നിങ്ങളുടെ പറമ്പിന്റെ മുകളിൽ നിന്ന്, നിങ്ങളുടെ കടകളുടെ, സ്ഥാപനങ്ങളുടെ മുകളിൽ നിന്ന് കർത്താവ് അവയെല്ലാം ബഹിഷ്കരിച്ച് ഓടിച്ചു കളയുന്നതായിട്ടുള്ള വലിയ അഭിഷേകം കിട്ടുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ ആരാധന. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തെ മക്കളെ ഇങ്ങനെ സ്തുതിച്ച് ഏറ്റവും ഭക്തിയോടുകൂടി പങ്കെടുത്തത് ഡെലിവറൻസിന്റെ പ്രാർത്ഥനയാണ്. ചെല്ലുന്ന ഓരോ പ്രാർത്ഥനകള് സഭാപിതാക്കന്മാർ ഉപയോഗിച്ചിട്ടുള്ള പ്രാർത്ഥനകളാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എൻ്റെ പൗരോഹിത്യത്തിന്റെ അധികാരത്തിൽ ആശ്രയിച്ചുകൊണ്ട് എനിക്ക് ലഭിച്ച പൗരോഹിത്യത്തിലൂടെ എനിക്ക് ലഭിച്ച ആത്മീയ കൃപയിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് എല്ലാ ദുഷ്ടാരൂപികളോടും ഞാൻ കൽപ്പിക്കുന്നു, ആജ്ഞാപിക്കുന്നു, ഈ മക്കളെ വിട്ടുപോകുക.
പൈശാചിക ശക്തികളെ, നാരകീയ ശക്തികളെ, തിന്മയുടെ ആധിപത്യങ്ങളെ ഈ ദൈവമക്കളിൽ നിന്ന് വിട്ടുമാറാൻ ഞാൻ കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്താൽ കൽപ്പിക്കുന്നു. ഈ മക്കളുടെ ജീവിതത്തിൽ കടങ്ങളും ദാരിദ്ര്യങ്ങളും കഷ്ടപ്പാടുകളും പീഡകളും രോഗങ്ങളും ദുഃഖങ്ങളും ആപത്തുകളും അപകടങ്ങളും വരുത്തുന്ന എല്ലാ ശക്തികളെ, സ്വാധീനങ്ങളെ, തിന്മകളെ, അശുദ്ധാത്മാക്കളെ, കൂടോത്രങ്ങളെ, മന്ത്രവാദങ്ങളെ, പ്രകൃതി വിരുദ്ധ ശക്തികളെ ഈ മക്കളിൽ നിന്ന് വിട്ടുമാറാൻ കൽപ്പിക്കുന്നു. യേശു നാമത്തിൽ കൽപ്പിക്കുന്നു. മന്ത്രവാദങ്ങളെ, കൂടോത്രങ്ങളെ, സർപ്പങ്ങളെ, അശുദ്ധാത്മാക്കളെ, ശാപങ്ങളെ, കൈവശ ശക്തികളെ കർത്താവായ യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് അവയെല്ലാം ഞാൻ ശാസിച്ച് ബന്ധിക്കുന്നു. അവയെല്ലാം ഞാൻ നിർവീര്യമാക്കുന്നു. ഈ മക്കളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറാൻ, ഇവരുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. സ്തുതിച്ച് മക്കളെ, സ്തുതിച്ച് സ്തുതിച്ച് സ്വരം താഴ്ത്തി സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിച്ചോ സ്തുതിച്ചോ സ്തുതിച്ചോ. Dominus Jesu Christus apudecit ute defendat itre desit ute conservet ande desit ute ducat poste sit ute custodias super desit ute benedicat qui cum Patris et Spiritus Sancto vivit et regna in seculorum. Amen. Benedictio Dei omnipotentis Patris et Filii et Spiritus Sancti descendes super de et maneat semper. Amen. പറഞ്ഞ മക്കളെ ആമേൻ. അല്ല, പറഞ്ഞ മക്കളെ ആമേൻ. ഈ ലത്തീൻ പ്രാർത്ഥനയിലോട് ചേർന്ന് പറഞ്ഞേ ആമേൻ. ഈ ലത്തീൻ ഭാഷയിൽ നടത്തിയ ഡെലിവറൻസ് പ്രാർത്ഥനയോട് ചേർന്ന് പറഞ്ഞേ ആമേൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. പ്രിയപ്പെട്ട മക്കളെ, അച്ഛന്റെ ചൊവ്വാഴ്ച ദിവസം നടക്കുന്ന ശുശ്രൂഷയിലേക്ക് പ്രത്യേകം ക്ഷണിക്കുകയാണ്. ഈ വരുന്ന ചൊവ്വാഴ്ചകളിലെല്ലാം അച്ഛന് ഉപ്പും വെള്ളവും കുന്തിരിക്കും ഒക്കെ എക്സോർസിസം ചെയ്ത് നിങ്ങൾക്കത് ഇവിടുന്ന് ലഭിക്കുന്നതാണ്. ഔദ്യോഗികമായ എക്സോർസിസമാണ്. പ്രിയപ്പെട്ടവരെ, ലിയോ 14 പാപ്പ 2025 ജൂൺ മാസം 25 എൻ്റെ തലയിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു, പാപ്പ എനിക്ക് ഡെലിവറൻസിന്റെ ശുശ്രൂഷയാണ്, പാപ്പ എന്നെ അനുഗ്രഹിക്കണം. പാപ്പ എന്നോട് മുട്ടുകുത്തി നിൽക്കാൻ പറഞ്ഞു. ഞാൻ മുട്ടുകുത്തി നിന്ന് പാപ്പ എൻ്റെ തലയിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ മെത്രാൻ എപ്പോഴെല്ലാം ഈ ഭാഗങ്ങളിൽ ആർക്കെങ്കിലും ബന്ധനപ്പെടുത്തൽ വേണ്ടപ്പോൾ എൻ്റെ മെത്രാൻ പറയും, അച്ഛൻ്റെ അടുത്ത് പോകാനായിട്ട് പറയും. അപ്പൊ അത് അർത്ഥം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ട മക്കളെ, ആ ഒരു പവറോട് കൂടിയാണ് നടക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ എല്ലാ ശുശ്രൂഷകളിൽ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നുണ്ട്, കുർബാനയിൽ സമർപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. അച്ഛൻ്റെ താമസിച്ചുള്ള ധ്യാനം തീ ഇറങ്ങുന്ന ശുശ്രൂഷയായിരിക്കും, തീ പാറണതായിരിക്കും. കാരണം അതിനുവേണ്ടി ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സാത്താൻ ഇങ്ങനെ ഇടിമിന്നൽ പോലെ ആ ധ്യാന ഹാളിൽ നിന്ന് ദൈവജനത്തിൽ നിന്ന് വിട്ടുമാറുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ആ ധ്യാന സെന്ററിന് വേണ്ടി, ആ ഒരു അഭിഷേകത്തിന് വേണ്ടി ധ്യാനത്തിന് വരുന്ന മക്കളെ സമർപ്പിച്ച്, അച്ഛനെ സഹായിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനക്കാർ, കൗൺസിലേഴ്സ് എല്ലാവരെയും സമർപ്പിച്ച്, സെപ്റ്റംബർ 18 മുതൽ 21 വരെയുള്ള ധ്യാനത്തെ സമർപ്പിച്ച് വലതുകര ഉയർത്തിയെന്ന് സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ യേശുവേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. കെട്ടുകളൊക്കെ അങ്ങോട്ട് പൊട്ടിപ്പോകട്ടെ. അത് പങ്കെടുക്കുന്ന ഒരു 90-50 പേരിൽ നിന്ന് ബാധകള്, തിന്മയുടെ അരൂപികള്, കടങ്ങള്, തടസ്സങ്ങള്, ബാധകള്, മാനസിക രോഗങ്ങളൊക്കെ വിട്ടുമാറുന്നതായിട്ട് അതിന് അതിശക്തമായ മെസ്സേജ് കിട്ടുന്നുണ്ട്. പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ വിളിച്ച് ധ്യാനത്തിന് ബുക്ക് ചെയ്യുക. അവിടെ സീറ്റ് തികഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നമ്പരൊക്കെ അവർ കുറിച്ച് വെക്കും. അടുത്ത ഡേറ്റ് അവിടെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ആ ധ്യാനത്തിന് പങ്കെടുക്കാനായിട്ട് നിങ്ങളെ വിളിച്ച് അറിയിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാനൊക്കെ സാധിക്കും. പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോ 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 ഈശോ. ആമേൻ. Amén. Dio vi benedica nel nome del Padre, del Figlio, dello Spirito Santo. Amen.